ദൃശ്യം 3 ഇറങ്ങിയിട്ട് ഇത്ര നാളായിട്ടും അന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച സിനിമ ഇപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് കഴിച്ച് ശീലമായി ഞാൻ ഇന്ന് അങ്ങ് ഓർഡർ ചെയ്തു. നമ്മുടെ സ്ഥിരം സാധനം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൈൻഡ് ഓഫ് അഡിക്ഷൻ ആയി. ഇത് മൊത്തം എന്നെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എന്റെ വിശപ്പും എന്റെ ആർത്തിയും എന്നെ വാങ്ങാണ്ടിരിക്കാൻ സമ്മതിച്ചില്ല. എന്നെ പ്രേരിപ്പിച്ചു, വാങ്ങ് വാങ്ങ് വാങ്ങ്. എനിക്ക് ഒറ്റ ഷോർട്സിൻ്റെ പേരിൽ എത്ര കോപ്പിറൈറ്റാണ് കിട്ടാൻ പോകുന്നത് എനിക്കെന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എപ്പോഴും റൂമിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് വലിയ വെറുപ്പീരായിട്ട് തോന്നാറുമില്ല. ഈ ബാംഗ്ലൂരിലെ തണുപ്പത്തെ ഏറ്റവും മടിയുള്ള കാര്യമാണ് പോയി കുളിക്കാൻ. അങ്ങനെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള കലാപരിപാടികളിലാണ് ഞാൻ. ആദ്യം തന്നെ ഞാൻ പുരുകം ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പുരുകമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ത്രെഡ് ചെയ്തിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോക്കണ്ട, ഞാൻ തല നനച്ചിട്ടില്ല. എന്നും തല നനയ്ക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം ബാംഗ്ലൂരിലെ വെള്ളത്തിനെ ഞാൻ അത്രയും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. നീ ഇപ്പോൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയിട്ട് ലിപ് പിഗ്മെന്റേഷൻ നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാസ്ലിൻ്റെ പുതിയൊരു ബോഡി ലോഷൻ വാങ്ങി. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അരവാ, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അവസാനമായിട്ട് ഹെയറിൽ കുറച്ച് സിറം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2-3 സിറം ഉണ്ട്. ഓരോ തവണ ഞാൻ ഓർക്കാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഹെയർ കെയറിൽ വലിയ പിടുത്തമൊന്നും ഇല്ല. വല്ലപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ ഇടുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ അത്രയുള്ളൂ. ബൈ.